അപ്പോൾ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. അപ്പോൾ ആ ഒരു സൗണ്ട് നമുക്ക് എത്രത്തോളം യമഹയ്ക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ മോനെ ഏറ്റവും ആദ്യം കാണിച്ചു കൊടുത്തു. മുൻപ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ RX 100ന്റെ സ്റ്റൈലിലൊക്കെ യമഹ ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സരത്തിന്റെ ആശംസകൾ ആദ്യമേ തന്നെ നേരെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതിന് മുന്നേ ഏറ്റവും ആദ്യം നമ്മൾ ഗിവ് അവേന്റെ റിസൾട്ട് പറയാനാണ്. റിസൾട്ട് പറയുമ്പോ കൺഫ്യൂഷൻ അല്ല, ഞങ്ങളെ തോൽപ്പിച്ചു. 2 പേർക്കാണ് സെയിം ലൈക്ക് കിട്ടിയേക്കണേ. 9 ലൈക്ക് 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ 2 പേർക്കും നമ്മള് ഗിവ് അവേക്ക് വെച്ചിരുന്ന ആ ഒരു സാധനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ആരാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ എവിടെ അലൻ എഴുതി കാണിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേറെ ഒന്നല്ല, RX 100 എന്ന് പറയുമ്പോൾ വികാരമാണ്. വികാരമുണ്ട്, പലതരത്തിലുള്ള ഇമോഷൻസ് ഉള്ള ഒരു വണ്ടിയാണ് അത്. ഇപ്പൊ നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ പപ്പയുടെ കയ്യിലുണ്ടായിരുന്ന 2 വണ്ടികളിൽ ഒരു വണ്ടിയായിരുന്നു RX 100 എന്ന് പറയുന്നത്. പിന്നെ ഒരെണ്ണം SD 175 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ ആയിരുന്നു. അപ്പോൾ RX 100 എന്ന് പറയുന്നത് ഞങ്ങളുടെ തന്നെ ചൈൽഡ്ഹുഡ് മെമ്മറിയിൽ ഭയങ്കര ഇങ്ങനെ വിഷ്വൽ ഉള്ള ഒരു കാര്യമാണ്. ഇവന് അത്ര ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അതിന് ആ ഒരു സമയമൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾക്കൊക്കെ, എനിക്കും എൻ്റെ ചേട്ടനും മീൻസ് വലിയേട്ടനൊക്കെ നല്ല ഓർമ്മയുള്ള ഒരു വണ്ടിയാണ് RX 100 എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കുറേ നാളായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, RX 100 തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ളത്. ഓൾറെഡി ഒരു 2 വർഷം മുൻപൊക്കെ നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, RX 100 തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ട്. അത് 2025 വരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം നമുക്ക് കുറച്ചും കൂടിയും കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാനുണ്ട്. ഇനി അലന്റെ RX 100 മെമ്മറീസ് എന്തല്ല? ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ RX 100 ആണ്. അതൊന്നും ഓടിക്കാൻ അറിയാണ്ട് പള്ളിയിൽ ഒരു പെരുന്നാൾ സമയമായിരുന്നു. അങ്ങനെ വണ്ടി എടുത്ത് പൊട്ടിച്ചത് വെല്ലുമിച്ചിട്ട് പോകണ്ടായിരുന്നു. ആളുടെ വണ്ടിയും ആള് ഭയങ്കര, എന്നെയും കുറെ ഒക്കെ വണ്ടി ഓടിപ്പിച്ചിട്ടുള്ള മനുഷ്യനാണ്. RX ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ട്, ആളൊരു RX 135 ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് കുട്ടിക്ക് ഹൈവേയിലൊക്കെ കൈ കൊടുക്ക് ബാക്കിലിരിക്കുകയാണ്. ആ ഒരാളുടെ വണ്ടി ഇതേമാതിരി ഇവനെ പഠിപ്പിക്കാൻ നോക്കിയതാ. എന്തുണ്ടായി, ചെക്കൻ പള്ളിയിലത്തെ മാലകൾ മൊത്തം കൊണ്ടുപോയി. മാള് മൊത്തം പള്ളിയിലെ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നല്ല അടി കിട്ടിയിരുന്നു. അപ്പൊ അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു RX 100 ഓർമ്മ. നിങ്ങൾക്കും ഉണ്ടാവും പലതരത്തിലുള്ള ഓർമ്മ. എനിക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് RX 100. അപ്പൊ ഏറ്റവും ആദ്യത്തെ കാര്യം ഞാൻ പറയാം, RX 100 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ, അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പേര് മാത്രമായിരിക്കും വരുന്നത്. നമുക്ക് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് 2 സ്ട്രോക്ക് എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന് ഒരിക്കലും തിരിച്ചു വരില്ല. 2 സ്ട്രോക്ക് എന്ന് പറയുന്നത് ഓൾറെഡി ബാൻഡ് ആണ്. പിന്നെ നമുക്ക് തന്നെ അറിയാം പലതരത്തിലുള്ള സ്ട്രിക്റ്റ് എമിഷൻസ് നോംസ് കൊണ്ട് 4 സ്ട്രോക്ക് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിന് പോലും നല്ല രീതിയിൽ പെർഫോമൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം 4 സ്ട്രോക്കിനടക്കം വളരെ വലിയ എമിഷൻ കട്ടുകൾ, വളരെ എന്താ പറയാ, മൊത്തമായിട്ട് 4 സ്ട്രോക്കിന് വരെ ഒരു പവർ ഡെലിവറി എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കണേ. അത് തെറ്റ് പറയില്ല. ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടും നമ്മുടെ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന റീസൺ കൊണ്ട് ഇങ്ങനെ അപ്ഡേറ്റ് വരുമ്പോൾ എമിഷൻ എന്ന് പറയുന്നതും അതേ രീതിയിൽ തന്നെ കൊണ്ടുവരും. ഫ്യൂച്ചർ നമുക്കറിയാം ഇലക്ട്രിക് എന്ന് പറയുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ എമിഷൻ ഇല്ലാത്ത 0% എമിഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് ആക്കാനാണ് ഈ ശ്രമിക്കുന്നത്. പക്ഷെ അതിന് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും 2 സ്ട്രോക്ക് എന്ന് പറയുന്ന ആ ഒരു മോട്ടോർ സൈക്കിൾ വരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ചില കമ്പനികൾ മാത്രമാണ് 2 സ്ട്രോക്ക് മോട്ടോർ സൈക്കിൾ ഡെവലപ്പ് ചെയ്യുന്നത്. അത് ചിലതൊന്നും ഒരു ബ്രാൻഡാണ് 2 സ്ട്രോക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. Euro 5 എമിഷൻ നോംസിനോട് ഓൾമോസ്റ്റ് റെഡി ആയിട്ട് രീതിയിലൊരു കമ്പനി ഉണ്ട്. നമ്മൾ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കാം. പിന്നെ നമുക്ക് 2 സ്ട്രോക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് നമ്മുടെ റേസ് ബൈക്കുകളാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ KTMന്റെ മോട്ടോക്രോസ് മെഷീൻസ് ഒക്കെ റോഡ് ലീഗലല്ല, ഓൺലി ഫോർ ട്രാക്ക് പർപ്പസിനായിട്ടുള്ള 2 സ്ട്രോക്ക് മോട്ടോർ സൈക്കിൾ നമുക്ക് വാങ്ങിക്കാം. അത് നമുക്ക് ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ ആ 2 സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ, അതെല്ലാവർക്കും ആ ഒരു ഫീൽ ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും 2 സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആരും RX 100 പ്രതീക്ഷിക്കേണ്ട. ഒരു 4 സ്ട്രോക്ക് രീതിയിലുള്ള ഒരു RX 100, അത് ആ ഒരു പേരിനോട് എത്ര നീതി പുലർത്തുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ചിലപ്പോൾ ആ ഒരു പേര് പുലർത്തൽ ഉണ്ടായിരിക്കുക ഡിസൈനിൽ മാത്രമായിരിക്കും. മുൻപ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ RX 100ന്റെ സ്റ്റൈലിലൊക്കെ യമഹ ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 4 സ്ട്രോക്ക് ആയിട്ട്. അതാണ് ക്രക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മോട്ടോർ സൈക്കിൾ. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. നമ്മളൊരു ക്രക്സ് വാങ്ങിക്കാൻ പുതിയത് വാങ്ങിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ അത് വേണ്ടത് ഇല്ല നമ്മള് വാങ്ങിക്കാൻ പോണ സമയത്ത് വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് ഉറപ്പിച്ച് നോക്കുമ്പോൾ എന്തായി, അത് ഡിസ്കണ്ടിന്യൂ ചെയ്തൊരവസ്ഥ. ക്രക്സ് എന്ന് പറയുമ്പോൾ അത്രയും ഒരു നല്ല വണ്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല. RX 100ൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈനോട് കൂടി വന്ന ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറയാം. പിന്നെ പലരും കുറച്ച് കഴിഞ്ഞ് ഈ ക്രക്സ് പോലുള്ള മോട്ടോർ സൈക്കിളൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നീട് ഈ വട്ട ഹെഡ്ലൈറ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ കുറഞ്ഞു. നീ തന്നെ നോക്കിയാൽ മതി, ഹോണ്ടയുടെ ലീവോ അല്ലെങ്കിൽ അതുപോലുള്ള എല്ലാത്തിനും, അല്ലെങ്കിൽ യമഹയുടെ തന്നെ സെല്യൂട്ടോ, അതൊക്കെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് വട്ടം മാറിയിട്ട് ഒരു പ്രോപ്പർ ഒരു കൗളിങ്ങോട് കൂടിയിട്ടുള്ള ഹെഡ്ലൈൻ വന്നു തുടങ്ങി. ഏറ്റവും ആദ്യമൊക്കെ എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു. വട്ട ഹെഡ്ലൈറ്റ് കണ്ട് നമ്മളെയും എടുത്തിരിക്കും. ഹീറോ ഹോണ്ടയുടെ സീരി ഡൗൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും വട്ട ഹെഡ്ലൈറ്റ്, കാലിബർ അല്ലെങ്കിൽ
കാലിബർ വെച്ചിട്ടുണ്ടെങ്കിൽ കാലിബർ അല്ല ബോക്സർ, അങ്ങനെ ഏത് മോഡൽ നോക്കുകയാണെങ്കിൽ എല്ലാതും പണ്ടത്തെ ജനറേഷന്റെ വട്ട ഹെഡ്ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നും മറ്റേ ഈ പറയുന്ന കവളോടുകൂടി ഡിസൈൻ വന്നപ്പോൾ ഏറ്റവും ആദ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തിരിച്ച് ആ ഒരു വട്ട ഹെഡ്ലൈറ്റിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ തന്നെ കുറച്ച് കൂട്ടുകാരന്മാർ വട്ട ഹെഡ്ലൈറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, മീൻസ് റൗണ്ടഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ക്രക്സ് എന്ന് പറയുന്ന ഒരു മോഡൽ യമഹ ഓൾറെഡി ഒരു 4 സ്ട്രോക്ക് ആയിട്ട് ഓൾമോസ്റ്റ് RX-ന്റെ ഡിസൈനായിട്ട് കൊണ്ടുവന്ന മോഡലാണ്. ഇനി അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ RD350 അല്ലെങ്കിൽ RD400 ഇൻസ്പയർ ചെയ്തിട്ട് യമഹ കൊണ്ടുവന്ന ഒരു മോഡലാണ് SR400 എന്ന് പറയുന്നത്. ബേസിക്കലി 4 സ്ട്രോക്ക് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ RD-യുടെയോ അല്ലെങ്കിൽ RD350-യുടെയോ RD400-ന്റെ ഡിസൈനിൽ വന്നൊരു മോഡൽ. പക്ഷേ ഈ പറയുന്ന മോഡലിന് വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഇമ്പാക്റ്റ് ഒന്നും കസ്റ്റമറിന്റെ മുന്നിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് 4 സ്ട്രോക്ക് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ എന്നുള്ള റീസൺ കൊണ്ട് തന്നെയാണ്. ഇനി നമ്മുടെ നാട്ടിൽ അതിനേക്കാൾ വലിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കവാസാക്കിയുടെ W175 എന്ന് പറയുന്ന മോഡൽ. ഞാൻ ഷോറൂമിൽ പോയിട്ട് ഓടിച്ചതാണ്, കാരണം ഇവിടെ ഒന്നും ആരുടെ അടുത്തൊന്നും എനിക്ക് ഓടിക്കാൻ കിട്ടാതെ ഞാൻ ഒരു ദിവസം ഷോറൂമിൽ പോയിട്ട് ഓടിച്ചിരുന്നു. ആ ഒരു മോഡൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഒന്നുമില്ല, പണ്ടത്തെ ആ ഒരു 2 സ്ട്രോക്കിന്റെ ഡിസൈനിൽ അല്ലെങ്കിൽ ഒരു നോർമൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിളിന്റെ ഡിസൈനിൽ കവാസാക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു 4 സ്ട്രോക്ക്, പ്രത്യേകിച്ച് W സീരീസിന്റെ ഒരു സ്ട്രക്ചർ, അത് വലിയൊരു സ്ട്രക്ചർ എന്നൊന്നും നമുക്ക് പറയാനില്ല, എടുത്തു പറയാൻ മാത്രം ഒന്നുമില്ല. അത് എന്തായി വലിയൊരു സക്സസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല ആ ഒരു മോഡലിനും. അപ്പൊ അതാണ് എനിക്ക് ഈ ഒരു പഴയ മോഡൽ, പ്രത്യേകിച്ച് 2 സ്ട്രോക്ക് ആയിട്ടുള്ള ഒരു മോഡൽ 4 സ്ട്രോക്ക് ആയിട്ട് വരുമ്പോൾ നമുക്ക് പറയാനുള്ള ഏറ്റവും ആദ്യത്തെ കാര്യങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് യമഹ ഒഫീഷ്യൽസ് ഈ പറയുന്ന RX100 വരുമെന്നുള്ള കാര്യം കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പറഞ്ഞതിലെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും RX100 എന്ന് പറയുന്നതിന്റെ പേര് നശിപ്പിക്കില്ല എന്നുള്ള കാര്യം യമഹയുടെ ഒഫീഷ്യൽസ് ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ അവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് 2 സ്ട്രോക്ക് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിന് 4 സ്ട്രോക്ക് ആക്കി എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ കൊണ്ടുവരുന്ന മോഡൽ ഒരു എബവ് 200cc ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും. കാരണം ഒരു എബവ് 200cc ആയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു RX100ന്റെ ആ ഒരു പവർ എങ്കിലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നെ സൗണ്ടിന്റെ കാര്യം നമുക്കറിയാം, ഡ്രൻ 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 ഡ്രൻ. ഇപ്പൊ ഞാൻ എന്റെ മോനെ ഏറ്റവും ആദ്യം കാണിച്ചു കൊടുത്തത് തന്നെ 2 സ്ട്രോക്കിന്റെ വീഡിയോസ് ആണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് 2 സ്ട്രോക്കിന്റെ വീഡിയോസ് കാണാൻ, പ്രത്യേകിച്ച് എലീറ്റോ മാക്കിന്റെ ഒക്കെ കുറച്ച് മോട്ടോക്രോസ് വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ 2 സ്ട്രോക്ക് എന്ന് പറയുന്നത് എല്ലാവരും അട്രാക്ട് ആവും. ഇപ്പൊ എന്റെ മോനടക്കം അത്രയും ഇപ്പൊ ഒരു വയസ്സായിട്ടുള്ളൂ, അപ്പൊ അവനടക്കം അത് കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ശബ്ദത്തിലുള്ള ഡിഫറൻസ് കൊണ്ട് തന്നെ അവൻ കണ്ണ് ഇങ്ങനെ 6 മാസം ആകുമ്പോൾ തന്നെ ആ വീഡിയോ വെച്ചെടുക്കുമ്പോൾ അവൻ ഇങ്ങനെ നോക്കിയിരിക്കും. വേറെ നമ്മൾ എത്ര മോട്ടോർ സൈക്കിൾ സൗണ്ട് കേട്ടാലും അത്രയും ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കില്ല. ഇപ്പൊ ചെറുതായിട്ട് അവൻ പറയുകയും ചെയ്യും എന്നുള്ളത്. അപ്പൊ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. അപ്പൊ ആ ഒരു സൗണ്ട് നമുക്ക് എത്രത്തോളം യമഹയ്ക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്കറിയില്ല. പക്ഷെ യമഹ എന്തായാലും അതുപോലെ ചിലപ്പോൾ ട്രൈ ചെയ്യാം, ആ ഒരു ശബ്ദം കൂടി റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. പക്ഷെ നമുക്കറിയാം അപ്പോഴും നമ്മുടേതായിട്ടുള്ള എമിഷൻ്റെതായിട്ടുള്ള സൗണ്ട് പൊല്യൂഷൻ അല്ലെങ്കിൽ ഇത്ര ഡെസിബിൾ സൗണ്ട് പാടുള്ളൂ, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തായാലും കൊണ്ടുവരാൻ പോകുന്നത് ഒരു RX100 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ആയിരിക്കും. പക്ഷേ അതൊരു എബവ് 200cc ആയിട്ടുള്ള ഒരു 4 സ്ട്രോക്ക് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയിരിക്കും. ഇനി നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FC25 എന്ന് പറയുന്ന വണ്ടി അല്ലെങ്കിൽ ഫേസർ 25 എന്ന് പറയുന്ന വണ്ടി, ഫേസർ 25 ഓൾറെഡി അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. FC25 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FC25 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് എഞ്ചിനാണ്. ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ യമഹ ഉദ്ദേശിക്കുന്ന ആ ഒരു RX100 എന്ന് പറയുന്ന ആ ഒരു നെയിം തിരിച്ചു കൊണ്ടുവരാൻ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് FC25 എന്ന് പറയുന്നത്. ചിലപ്പോൾ FC25 ആയിരിക്കും യമഹ RX100 എന്ന് പറയുന്ന ഒരു പേരിൽ കൊണ്ടുവരുന്നത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ അല്ല FC25. അങ്ങനെ കുറെ പോരായ്മകൾ, പ്രത്യേകിച്ച് ഡിസൈൻ്റെതായിട്ടുള്ള പോരായ്മകൾ കൊണ്ട് പലർക്കും ഇഷ്ടപ്പെടാത്ത ഒരു വണ്ടിയാണ്. അപ്പൊ അത്രയും എഞ്ചിനും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത്രയും യൂണിറ്റ് ചിലപ്പോൾ യമഹയുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഈസി ആയിട്ട് ഒരു RX എന്ന് പറയുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് യമഹയ്ക്ക് ബുദ്ധിമുട്ടില്ല. ഇനി FC25 യൂസ് ചെയ്തിട്ട് നമുക്കറിയാം ഇന്റർനാഷണൽ മാർക്കറ്റിൽ ലാൻഡർ 250 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ ഉണ്ട്. പിന്നെ ഞാൻ FC25ന്റെ ഒരു ഭയങ്കര ഫാനാണ്. പ്രത്യേകിച്ച് ഞാൻ അതിന് വേണ്ടിയിട്ട് വലിയൊരു പ്രൊജക്റ്റൊക്കെ യമഹ മോട്ടോർ ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു എഞ്ചിൻ അടിപൊളി എഞ്ചിനാണ്. എഞ്ചിന് യാതൊരു തരത്തിലുള്ള പ്രശ്നം നമുക്ക് പറയാനില്ല. ഡിസൈൻ്റെതായിട്ടുള്ള ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, അങ്ങനെയുള്ള റീസൺസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ FC25 ആയിരിക്കും RX100 എന്ന് പറയുന്ന ഒരു രീതിയിൽ കൊണ്ടുവരാം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണേ. എന്തായാലും അടുത്ത വർഷം ഈ പറയുന്ന RX100 ലോഞ്ച് ഉണ്ടായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുക. അത്രയല്ലേ പറയാനുള്ളൂ. അപ്പോൾ അത്രേ പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാओ.